ഗുഡ് ഈവനിങ്. സോ ഒരു നാപ്പ് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റിരിക്കുകയാണ്. ഒരു ലോങ് നാപ്പ് കഴിഞ്ഞ് കാരണം ഞാനൊരു 3 മണി കഴിഞ്ഞായിരിക്കും തോന്നുന്നു ഞാൻ ഉറങ്ങിയിട്ട് ഇപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്. അപ്പോൾ കട്ടൻ കാപ്പി കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം പാൽ ആക്ച്വലി വന്നില്ല. മേ ബി മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും പറഞ്ഞതിന് പക്ഷെ വന്നില്ല. അപ്പോൾ എന്തായാലും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടൻ കാപ്പി ഇട്ട് കുടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കാപ്പി ഇട്ട് കുടിക്കും. അപ്പോൾ ഇന്ന് ഫുള്ള് ആക്ച്വലി പകൽ സമയത്ത് യാത്രയായിരുന്നു. നമ്മൾ കോഴിക്കോട് നിന്ന് തിരിച്ചു വന്നു. ഒരു 2:30 മുമ്പ് തിരിച്ചെത്തി. കൃത്യം 2:30 ആയപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഉറങ്ങാൻ കിടന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വന്ന യാത്രയിൽ അവസാനമായിട്ട് ഞാൻ എന്നോട് പറഞ്ഞു വെച്ചിരുന്ന എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മകൾ പറഞ്ഞു വെച്ചിരുന്ന ഒരു ഏജൻസി ഉണ്ട്, കടവന്ത്ര ബസ് സ്റ്റോപ്പ് ഏജൻസി. അപ്പോൾ അവിടെ അഡ്വർടൈസ്മെൻറ്റ് ഫീൽഡിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട്. പക്ഷെ അതിൽ ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്? ബ്രാൻഡിങ്ങിലാണോ, പിന്നെ മറ്റേ കോപ്പി റൈറ്റിങ്ങിലാണോ, അതോ ഡിസൈനിങ്ങിലാണോ? അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കോപ്പി റൈറ്റിംഗ് ആണെങ്കിൽ അതാണ് ഞാൻ നോക്കുന്നത്, പക്ഷെ ബാക്കിയുള്ളതിനെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിനെല്ലാം കോമണായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ എന്തൊക്കെ അങ്ങോട്ട് ചോദിക്കുകയോ പറയുകയോ ചെയ്തു അതിനൊക്കെ കോമണായിട്ട് പറഞ്ഞിരുന്നത് എൻ്റെ CV അയച്ചിടുക, വാട്സപ്പ് നമ്പറിൽ മെയിലിൽ അയച്ചിടുക. അതിനുശേഷം അവർ 2-3 ഡേയ്സിനുള്ളിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് എനിക്ക് മെസ്സേജ് വന്നത്. ഞാൻ ഉറക്കത്തിന് എനിക്ക് അവരുടെ മെസ്സേജ് കണ്ടു. അപ്പോൾ ഇടയ്ക്കൊന്ന് ഉണർന്നു. ഈ ഒരു മെസ്സേജ് വന്നോന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് കോൺഷ്യസായി. പിന്നെ ഞാൻ ഉറങ്ങിയില്ല. പിന്നെ ആ ഉറക്കച്ചടവ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉറങ്ങാൻ നോക്കി. പക്ഷേ ആ ഉറക്കച്ചടവ് അങ്ങനെ ശരിയായിട്ട് വന്നില്ല. പഴയ ആ ഒരു ഫ്ലോയിൽ പോയി. അപ്പം എന്തായാലും ഇന്നലത്തെ എൻ്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞാൽ 4 മാൾസ് കഴിഞ്ഞ് കാപ്പാട് ബീച്ച് കാണാൻ പോകുമോ എന്ന് ഭയങ്കരമായിട്ട് ആലോചിച്ചിരുന്നു. പക്ഷെ പോകുമെന്ന് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ സഹോദരി എന്ത് ചെയ്യുന്നത്, ഞാൻ കാലിക്കറ്റ് പാരഗണി വെച്ച് ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു കഴിയാറായപ്പോൾ, അതായത് എനിക്കിനി ഇത്ര യാത്ര ചെയ്യാൻ വയ്യ, ഞാൻ കാപ്പാട് വിളിച്ചപ്പോൾ ഞാൻ അമ്മയും വിളിച്ചായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഈ ശുദ്ധമണ്ഡത്തിൽ ആരും വിശ്വസിക്കാനില്ല. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വണ്ടി കയറി. എന്നിട്ട് ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ തട്ടി വിടാൻ, കാരണം പോകാതിരിക്കാൻ വേണ്ടി എന്തോ എക്സ്ക്യൂസ്, എവിടെ നിന്നും പടച്ചു വിട്ടൊരു എക്സ്ക്യൂസാണ്. അപ്പോൾ ആ മണ്ടത്തരം വിശ്വസിച്ചില്ല. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല. എന്നിട്ട് സഹോദരി തന്നെ ഇങ്ങോട്ട് ദൈവം തന്നെ തീരുമാനിച്ചിട്ട് പറഞ്ഞു, ഞാൻ തൊട്ട് പ്രതീക്ഷിച്ചില്ല, അതായത് ഞാൻ പോവാം, ചുമ്മാ പോയിട്ട് വരാം എന്തായാലും എന്ന് പറഞ്ഞു. അല്ല പിന്നെ വെറുതെ മഴയത്ത് റൈഡ് ചെയ്ത് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ കാപ്പാട് ചെന്നു. കാപ്പാട് എത്താറാവുന്ന സമയത്തൊന്ന് മഴ പെയ്തു. അങ്ങോട്ടൊക്കെ ഉള്ള വഴിയിൽ മഴ പെയ്തു. അതായത് ബീച്ച് കഴിഞ്ഞ് മഴ പെയ്തു. നമ്മുടെ കോഴിക്കോട് ബീച്ച് കഴിഞ്ഞ് മഴ പെയ്തു. അപ്പോൾ എന്തായാലും നമ്മളാണെങ്കിൽ ആ സമയത്ത് ഒരു 6 മണിക്ക് എത്തി. മഴയൊക്കെ കുറഞ്ഞ് മഴക്കോളും മാത്രമുണ്ട്, സൺസെറ്റൊന്നും ഇല്ലാതെ ചുമ്മാ ബീച്ച് കണ്ടു, പാറപ്പുറത്തിരുന്നു. നമുക്ക് നടുവശത്തൊരു നടുപ്പാത ഉണ്ട്, മുനമ്പം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ പോകാനുള്ള എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് പോയാലും ഇതുപോലെ തന്നെ അങ്ങോട്ട് നമുക്ക് വലിയ എൻട്രൻസും കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇതുപോലൊക്കെ തന്നെ ഉള്ളു, പോയി നോക്കിയാലും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പം ഞങ്ങൾ ആ എൻട്രൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻസിലാണ് നിന്നത്. അവിടെ നിന്ന് വേറൊരു പാറക്കെട്ടുകളിൽ കയറി നിന്നു. ഇതുപോലെ ഒരു മുനമ്പത്ത് കയറി നിന്നു. അവിടെ നിന്ന് നല്ലൊരു വ്യൂ എടുത്തു. ഇങ്ങനെ കറക്കിയൊരു വ്യൂ, പാനിങ് വ്യൂ എടുത്തു. അതേപോലെ സെൽഫി എടുത്തു. അല്ലാതെ സാധാ പാറപ്പുറത്താണ് അപ്പുറത്തെ സൈഡിൽ പോയിട്ടിരുന്നു. അത് നല്ല രസമായിരുന്നു. പിന്നെ രാത്രി 8 മണിയായപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞിട്ട് എന്താ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തത് കുളിക്കാൻ പോയി. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു, യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം സ്റ്റാർ സിംഗറും പാട്ടിലെ താരവും മറിമായും ഒക്കെ കണ്ടു. അത് ഇന്നലത്തെ പത്രം വായിക്കാൻ പറ്റിയില്ല, വായിച്ചിട്ട് ഇറങ്ങാൻ നിർത്തു. സ്റ്റാർ ആൻഡ് സ്റ്റൈൽ എടുത്തു, വായിക്കാൻ പറ്റിയില്ല ഫുള്ള്, ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ. പത്രം സ്റ്റാർ ആൻഡ് സ്റ്റൈലൊക്കെ ഇനി സമയം പോലെ വായിക്കണം. ഇന്നിപ്പോൾ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ വായിച്ചു തീർക്കണം. ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എയർ കണ്ടീഷൻഡ് ഹാളിൽ, വെയിറ്റിംഗ് ഹാളിലിരുന്നു. വിവോയുടെ ഒരു എയർ കണ്ടീഷൻ ഹാളിൽ 20 രൂപ കൊടുത്ത് വെയിറ്റ് ചെയ്യണം, 1 മണിക്കൂറത്തേക്കാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അവിടെ 20 രൂപ കൊടുത്ത് ഞാനും അമ്മയും വെയിറ്റ് ചെയ്തു. അപ്പം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഞാൻ സ്റ്റാർ ആൻഡ് സ്റ്റൈൽ കണ്ടു. പക്ഷേ അവിടെ നിന്ന് വായിക്കണം തോന്നി. പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെ വായിക്കണം ഭയങ്കര താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ മൈൻഡ് ഫുള്ളായിട്ട് ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വലുതായിട്ട് ഇപ്പോൾ താല്പര്യം വായിക്കാനുള്ളൊരു ഇതിലായിരുന്നില്ല. പിന്നെ ഫോൺ ഇങ്ങനെ നോക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഞാൻ വീട്ടിൽ വെച്ച് ലാസ്റ്റ് കണ്ട അൻസിഫിൻ്റെ ബിഗ് ബോസ് അപ്ഡേറ്റ് ആയിരുന്നതുകൊണ്ട് അതിനുശേഷം പിന്നെ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് അങ്ങനെ ലൈക്ക് വന്നോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നോക്കിയെന്നുള്ളൂ. നോക്കണം എന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരുന്നു. അത് ആ ഒരു സിറ്റുവേഷനിലുണ്ടായ ഒരു കാര്യമാണ്. അതായത് ഞാൻ ആ വെയിറ്റ് ചെയ്തിരിക്കും തൊട്ട് മുമ്പുണ്ടായ സിറ്റുവേഷൻ, അതിൻ്റെ ഹാങ് ഓവറിലായിപ്പോയി ഞാൻ. അത് അളിയൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു സംസാരത്തിൻ്റെ, അതായത് എന്നോട് ചൂടാവുന്ന പോലെ പറഞ്ഞതാണ്. പക്ഷെ ചൂടായതല്ല, പുള്ളിക്ക് അങ്ങനെ ഇൻറ്റൻഷനൊന്നും ഇല്ല. എങ്കിൽ പോലും എന്നെ ഒരു ലൈക്ക് ജസ്റ്റ് നോർമലായിട്ട് കാര്യം പറയുന്നവർ പറഞ്ഞതാണ്. പക്ഷെ പറഞ്ഞ രീതി എനിക്ക് അത്ര ഓക്കെ ആയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവറിലായിപ്പോയി. ഞാൻ ഷോക്കായിപ്പോയി ആക്ച്വലി അങ്ങനെ പറഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഫോൺ പോലും നോക്കണം എന്ന് ഒട്ടും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഫോൺ നോക്കിയത്. ഞാൻ ഡീപ്പർ അതെടുത്തു, ശ്രദ്ധ മാറ്റാൻ നോക്കി. പക്ഷെ എന്നാലും ഇത് തന്നെയായിരുന്നു എൻ്റെ മൈൻഡിൽ. അതുകൊണ്ട് അങ്ങനെ ഇരുന്നു. ഇവിടെ പേര് മഴയത്താണ് എത്തിയത് ഗൈസ്. അപ്പോൾ എന്തായാലും ഫൈനലി ഇത് പറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് പറഞ്ഞു. പിന്നെ എൻ്റെ ടോക്സ് എൻ്റർപ്രൈസിൽ നിന്ന് ഇന്ന് എനിക്ക് മെയിലായിട്ട് മെസ്സേജായിട്ട് വരാമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. എന്തായാലും ഗൂഗിൾ മീറ്റാണ് ലാസ്റ്റ് പറഞ്ഞിരുന്നത്. അതിൻ്റെ കാര്യം കൂടി ചേർത്തിട്ടായിരിക്കും ഇനി അടുത്തത് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ അതിൽ ഗൂഗിൾ മീറ്റിൻ്റെ കാര്യമായിട്ടായിരിക്കും അടുത്തത് പറയാൻ പോകുന്നത്. എന്തായാലും അതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം. സൈനോ ചേട്ടൻ്റെ പേഴ്സണൽ നമ്പർ വിളിച്ചു. സൈനോ ചേട്ടൻ എന്നാണ് ടോക്സ് എൻ്റർപ്രൈസിൻ്റെ ഹെഡായിട്ടുള്ള എൻ്റെ സീനിയർ, എൻ്റെ കോളേജ് സീനിയറിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞു. ഞാൻ നേരത്തെ ഡിപ്പെൻഡ് ചെയ്ത മാഡത്തിൻ്റെ നമ്പറിലേക്ക് ഞാൻ വിളിച്ച് നോക്കി, എടുത്തില്ല. അവർക്ക് ഞാൻ മെസ്സേജ് കൊടുത്തു. സൈനോ ചേട്ടൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് മെസ്സേജ് കൊടുത്തു. പ്രൊഫഷണൽ നമ്പറിൽ ഇനിയിപ്പോൾ വിളിച്ചാൽ എടുക്കത്തില്ല, ബിക്കോസ് പല അണ്ടർ കോൾസ് വരുന്നതുകൊണ്ട് എടുക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇനിയിപ്പോൾ സൈനോ ചേട്ടൻ പറഞ്ഞ പോലെ സൈനോ ചേട്ടൻ നമ്പറിലേക്ക്, സൈനോ ചേട്ടൻ 7 നമ്പറിലാണ് ഇന്നലെ മെസ്സേജ് അയച്ചതാണ്. അപ്പം അതിലേക്ക് തന്നെ ഞാൻ ചോദിച്ചു, അവിടെ ചോദിച്ചു. പിന്നെ ഞാൻ വേറെ എവിടെയും മെസ്സേജ് അയച്ചിട്ടില്ല. അപ്പം ഞാൻ മെയിലായിട്ടും അയച്ചു കൊടുത്തു. മെയിലായിട്ടൊന്നും പറഞ്ഞതുകൊണ്ട്, തുടർച്ചയായിട്ട് പറഞ്ഞതുകൊണ്ട് മെയിലായിട്ടും അയച്ചു കൊടുത്തു. എന്തായാലും ഈ ആഴ്ച അതിൻ്റെ ഒരു തീരുമാനമാവട്ടെ, നാളെയെങ്കിലും തീരുമാനമാവട്ടെ. അതേപോലെ അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ തീരുമാനമാണെങ്കിൽ വളരെ സന്തോഷം. സൈനോ ചേട്ടൻ പേഴ്സണൽ നമ്പറിൽ നിന്ന് മറ്റു കൂടുതൽ ഇതിൽ അനങ്ങുന്നില്ല. അപ്പം നാളെക്കുള്ളിൽ എനിക്കൊരു തീരുമാനം എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഇൻറ്റേൺ ആയിട്ടുള്ളത്. അൺപെയ്ഡാണ്. 1 മന്ത് മാത്രം ഞാൻ ചെയ്യുന്നുള്ളതുകൊണ്ട്. ബസ് സ്റ്റോപ്പിൽ പെർമനൻറ്റ് ജോബായിട്ട് കയറണോ അത് പെയ്ഡ് ഇൻറ്റേണായിട്ട് കയറണോ എന്നുള്ളത് ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നതെന്ന് അറിയട്ടെ. അതിന് ശേഷം ഞാൻ തീരുമാനം എടുക്കും. വാട്ടെവർ, എങ്ങനെ ഇൻ്റർവ്യൂവിൽ പോകണം വിളിച്ചാൽ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ എവിടെയൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഇരുന്നോ അതിൻ്റെ എല്ലാം പ്രോസസ്സ് കഴിയും. ഇനി അങ്ങോട്ട് ഫ്രഷായിട്ട് പുതിയത് ഏതെങ്കിലും വരുന്നതാണെങ്കിൽ, ഇതിനിടയ്ക്ക് ഞാൻ കോഴിക്കോടായിരുന്നപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നും എനിക്കിതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മൾ ജൂണിൽ സ്കൂൾസ് ആൻഡ് കോളേജസ് ആർ ഗോയിങ് ടു ഓപ്പൺ. അപ്പം അതൊക്കെ തുറക്കാൻ പോകുന്നത് എനിക്ക് ആ ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ജോലി തുടങ്ങണം എന്നുള്ളൊരു തോന്നലാണ്. ഇതുവരെ ജോലി ആയിട്ടില്ല, ജൂണായിട്ട് എനിക്കും. അപ്പോൾ അതിനൊരു സങ്കടമുണ്ട്. പക്ഷേ ടോക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തായാലും ജൂണിലെങ്കിലും ഒരു അറിയിപ്പ് കിട്ടണം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ അവർ ഇൻറ്റേൺഷിപ്പ് തുടങ്ങുന്നത് ഭയങ്കര സന്തോഷമായി. കാരണം വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിന് കാരണം ഞങ്ങളിങ്ങനെ യാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകുമ്പോൾ വെറുതെ അങ്ങ് പോകാതെ എൻഗേജ്ഡ് ആയിട്ട് തന്നെ ഈ മാസം തീർക്കാൻ പറ്റുവാണെങ്കിൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും. അടുത്ത മാസത്തിലേക്ക് തുടങ്ങുമ്പോഴും നല്ലൊരു സ്റ്റാർട്ടായിരിക്കും. ഫ്രഷ് സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഈ ആഴ്ച തന്നെ തുടങ്ങുവാണെങ്കിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ചെല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.